മനസ്സിനെ സഹായിച്ചതിന്റെ പേരിൽ മതികല മയിലിനെതിരെ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യുന്നു. എന്നാൽ മയിൽ തിരിച്ചടിക്കുന്നു. കുട്ടിമണിയെ സഹതടവുകാർ ഉപദ്രവിക്കുന്നു. സീതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിങ്ങളുടേതല്ലാന്ന്. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നുമില്ലെന്ന്. നാളെ ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ അതിന്റെ മേൽ ഓരോ അവകാശവും പറഞ്ഞ് നിങ്ങൾ വരില്ലെന്നും ഇതിൽ എഴുതി ഒപ്പിട്ട് തന്നെ. തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അവകാശം ബാലനല്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാൻ ബാലനെ സീത നിർബന്ധിക്കുന്നു. ഒരവകാശവും പറഞ്ഞ് നിങ്ങൾ വരില്ലെന്ന്. എന്നാൽ ബാലൻ അതിന് കഴിയുന്നില്ല. സീതയുടെ കുഞ്ഞിന്റെ പേരിൽ ബാലനും ഇന്ദുവും തമ്മിൽ വഴക്കുണ്ടാകുന്നു. അകത്ത് നല്ല പൂരമായിരിക്കും. ഹിന്ദുവിടത്തി കമ്പക്കെട്ടിന് തീ പിടിച്ചതുപോലെ പാഞ്ഞു വന്നത്. എന്തായാലും ഭയങ്കര കോമഡിയാ വയലോരം വീട്. അച്ഛനും അമ്മയും മകളുടെ കൈകൊണ്ട് തീർന്നു. മൂത്ത മോനെ ആദ്യ ഭാര്യയും പുത്തൻ ഭാര്യയും കൂടി എറിഞ്ഞു പിടിക്കുന്നു. ഒരു പെങ്കൊച്ചുള്ളത് ഭ്രാന്താശുപത്രിയിൽ വട്ടുകളിച്ച് നടക്കുന്നു. അളിയനൊരുത്തൻ റോഡിൽ തെണ്ടിത്തിരിഞ്ഞു നടക്കുന്നു. സത്യം പറഞ്ഞ ഒരു കുഴപ്പമില്ലാത്തത് എനിക്ക് മാത്രാ അല്ലേ പിന്നെ? അതെന്തുകൊണ്ടാ? എന്റെ ജാതകം നല്ലതായതുകൊണ്ട്. എത്ര ഗ്രഹങ്ങളായിരുന്നോ എന്റെ ജന്മസമയത്ത് നേർരേഖയില്ല. പിന്നെ വിശേഷപ്പെട്ട ജാതകമല്ലേ? നിങ്ങളുടെ ജാതകം എഴുതിയ കണിയാൻ അന്ന് തന്നെ ഉരുണ്ടു വീണ് കൈയൊടിഞ്ഞാണ്. അതുറപ്പാ. ഗ്രഹങ്ങൾ നേർരേഖയിൽ വന്നു പോലും. എങ്കിലേ അതെല്ലാം കൂടെ കൂട്ടിയിടിച്ച് ചെതറി പോയിട്ടുണ്ടാവും. അതും ഉറപ്പാ. പിന്നെ എന്നതാ ഐശ്വര്യം? ഐശ്വര്യം എന്തെന്നറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുമല്ലേ മനുഷ്യ ഐശ്വര്യം. ഈ കിണറോ? ഞാൻ പിടിച്ച് കിണറ്റിലേക്കിടും. ഐശ്വര്യത്തിന്റെ നിലവിളക്ക് കത്തിച്ചു വെച്ചതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുമല്ലേ മനുഷ്യ. അതാ ഞാൻ പറഞ്ഞത്. ഓ അത് നേരാ. എന്റെ പൊന്നിന്റെ ഐശ്വര്യം തന്നെ ഇരവേട്ടന. ഇതുപോലൊരു പെണ്ണൊന്നും അല്ല ഇന്ദുവേടത്തെയും സീതയെടത്തെയും ഒന്നും. അല്ലാതിരിക്കട്ടെ. അങ്ങനെയായ ബാലേട്ടനും കൂടി കിട്ടത്തില്ലേ ഐശ്വര്യം? പിന്നെ അല്ലാതെ. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്താ ഇന്ദുവേടത്തി, എന്തു പറ്റി മുഖത്തൊരു ഖനം? രണ്ടുപേരും അങ്ങോട്ട് പോയതുപോലെ അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. എന്ത് പറ്റാൻ, ജീവിതം ഇങ്ങനെയായിപ്പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിപ്പോഴാണോ മനസ്സിലായത്? വയലോരം വീട്ടിലേക്ക് വലത് കാല് വെച്ച് കേറിയ അതോടെ തീർന്നു പെമ്പിള്ളാരുടെ ഭാവി. ആട്ടെ, ഇന്നെന്തായിരുന്നു വിഷയം ബാലേട്ടനുമായിട്ടുള്ള ഉടക്കിന്? എന്നും ഒരു വിഷയമല്ലേ ഞങ്ങൾക്കിടയിലുള്ളൂ. ഓ, സീതാദേവി. അവള് ഇന്നും കടയിൽ വന്നേക്കുന്നു. അതെയോ? സമ്മതിക്കണം അവരുടെ ചങ്കൂറ്റം. ഇന്ദുവേടത്തി ഉള്ളപ്പോ തന്നെ എത്ര തവണ വന്നു അവര്. അപ്പോ ഇന്ദുവേടത്തി ഇല്ലാത്തപ്പോ എത്ര തവണ വന്നു കാണും? ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യ ഭാര്യയുടെ വീട്ടിലേക്ക് അരിയും സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ബാലേട്ടന്റെ കടയിൽ നിന്നാണോന്നാ. അയ്യോ, അങ്ങനെ വരുമോ? വരാതെ പിന്നെ ലിസ്റ്റ് കൊടുക്കാൻ വരുന്നതാവും അവര് കടയില്. അതെ അതെ. സാധനങ്ങള് സമയം പോലെ ഇന്ദുവേടത്തിയുടെ ചന്ദ്രേട്ടൻ അങ്ങ് എത്തിച്ചു കൊടുക്കും. നേരാ. ചന്ദ്രേട്ടൻ ചില ദിവസം രാവിലെ പലചരക്ക് സാധനങ്ങള് ആർക്കൊക്കെയോ കൊടുക്കാനാണെന്നും പറഞ്ഞ്. കണ്ടില്ലേ കണ്ടില്ലേ? അത് പക്ഷേ ഏതോ ശിവരാമനാണെന്ന് എന്നോട് പറഞ്ഞത്. രാമൻ മാറി സീതയായി, അത്രേ ഉള്ളൂ. അല്ല, സീതാദേവി വന്നിട്ട് ഒരു വെല്ലുവിളിയും കൊണ്ട് അവള് വന്നത്. ചന്ദ്രേട്ടന് വേണ്ടാത്ത കുഞ്ഞിനെ അവൾക്കും വേണ്ട. കുഞ്ഞിനെ വേണ്ടാന്ന് എഴുതി കൊടുത്ത ഈ അവസ്ഥയിൽ എന്ത് റിസ്ക് എടുത്തും അബോട്ട് ചെയ്യാമെന്ന്. അതല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചാൽ തന്നെ അവകാശവും പറഞ്ഞ് പിന്നാലെ ചെല്ലില്ലാന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് എഴുതി കൊടുത്തില്ലേ ബാലേട്ടൻ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ബാലേട്ടൻ നല്ല പഠിച്ച കള്ളനാണെന്ന്. ഇപ്പോ സീതാദേവിയുടെ മുമ്പിൽ ഇന്ദുവെടുത്ത് തോറ്റില്ലേ? പിന്നെ അവരാ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോകുന്നത്. 5 മാസത്തെ ഗർഭമാ. കണ്ട 9 മാസം പറയുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായി. എന്ത്? മതി പറയാൻ വന്നത്.
എന്തു പറയാൻ വന്നത്? ആ മതി, ഇപ്പൊ ബാക്കി പറയാൻ വന്നതേ. നിങ്ങൾ എന്റെ കല എന്താ പറയാൻ വന്നത്? അവരുടെ വയറ്റില് ഇരട്ട കുട്ടികളായിരിക്കുമെന്ന്. ആ അത് തന്നെയാ ഞാനും പറയാൻ വന്നത്. സെയിം പിച്ച്. ആ പിച്ചല്ല മോന്ത്. ദേ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയരുത്, കേട്ടല്ലോ മനുഷ്യ? ഓണവുമില്ല. ഇന്ന് അവര് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കടയിൽ വന്നെങ്കിൽ നാളെ കുഞ്ഞുണ്ടായി കഴിയുമ്പോ അവരതിനെയും കൊണ്ട് ഈ വീട്ടുപടിക്കൽ വരും. അവകാശ സമരം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇരിക്കുന്നത് പോലെ പന്തല് കെട്ടി അവരിവിടെ ഇരിക്കും. അത് നേരാ. ആ ലോറിക്കാരൻ റൗഡിയും കൂടെ ഉണ്ടല്ലോ. ആ അതും മാത്രമല്ല, കുഞ്ഞുണ്ടായി കഴിഞ്ഞ അവർക്ക് നിസ്സാരമായി അതിന്റെ പിതൃത്വം തെളിയിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനുള്ള ടെസ്റ്റുകളില്ലേ? അതെ, NDA ടെസ്റ്റ്. എന്ത്? എന്നതാ? NDAയോ? ഓ എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്നെ അങ്ങ് കൊല്ലും. NDA എന്ന് പറഞ്ഞ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ സഖ്യമാ. ദേശീയ ജനാധിപത്യം ഒന്ന് മലയാളം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് DNA ടെസ്റ്റ്. അതറിയാൻ മതി. പറഞ്ഞു വന്നപ്പോ ഒരക്ഷരം ചാടി ഇപ്പുറത്തോട്ട് വന്നു പോയി. അതാ. അക്ഷരം ചാടി ഇപ്പുറത്തോട്ട് വന്നു പോലും. ഈ പറഞ്ഞത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ദുവെടുത്തി. എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരാളാണ് സീതയെടുത്തി. അൺപ്രെഡിക്റ്റബിൾ. അവരിപ്പ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് തന്ത്രപരമായിട്ടാ. എന്നുവെച്ചാൽ കുഞ്ഞാണ് അവരുടെ ട്രംപ് കാർഡ്, തുറുപ്പ് ചീട്ട്. പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കും അവര്. കുഞ്ഞു വന്നാൽ എങ്ങാനും അത് ബാലേട്ടന്റേതാണെങ്കിൽ നിഷ്പ്രയാസം അവരത് തെളിയിച്ചെടുക്കും. DNA ടെസ്റ്റ് എന്ന മോഡേൺ അഗ്നിപരീക്ഷ. ആ പരീക്ഷയും പാസ്സായി സീതയെടുത്തി കുഞ്ഞിനെയും എടുത്ത് ഇങ്ങോട്ടൊരു വരവുണ്ട്. അതോടെ ബാലേട്ടന്റെ മനസ്സ് അപ്പൂപ്പൻ താടി പോലെ പറന്നു ചെന്ന് അവരിൽ പറ്റിപ്പിടിക്കും. പറഞ്ഞു പോയ ഓരോ വാക്കിനും പുള്ളി എണ്ണിപ്പെറുക്കി മാപ്പും ചോദിക്കും. അമ്മയും കുഞ്ഞിനെയും അകത്തേക്ക് ആനയിക്കുകയും ചെയ്യും. പിന്നെ പാവ ഇന്ദുവെടുത്തിയുടെ കാര്യമാ കഷ്ടം. ഒന്നുകിൽ പെട്ടിയെടുത്ത് ട്രെയിനിന്റെ അകത്ത് കയറി ഡൽഹിക്ക് പോവാം, അല്ലെങ്കിൽ ഡൽഹിക്കുള്ള വണ്ടി കയറാനായിട്ട് പാളത്തിൽ കിടക്കാം. അങ്ങനെ ഇന്ദു പാടത്തിൽ കിടന്നിട്ട് ആരും ജീവിതം ഉണ്ടാക്കത്തില്ല, അതുറപ്പാ. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ ഇന്ദുവെടുത്തി. നാളെ ബാലേട്ടൻ ചിന്തിക്കും, കുഞ്ഞുള്ള അമ്മയെ വേണോ കുഞ്ഞില്ലാത്ത അമ്മയെ വേണോ എന്ന്. താടിയുള്ള അപ്പനെയാണ് കൂടുതൽ പേടിയെന്നല്ലേ? അങ്ങനെയുള്ളപ്പോ കുഞ്ഞുള്ള അമ്മയ്ക്കാണ് ഒന്നിച്ചുള്ള ജീവിതത്തിന് കൂടുതൽ സ്കോപ്പ്. എന്നെ ചതിച്ച എങ്ങനെ നേരിടണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ചതി പറ്റിയിട്ട് പിന്നെ നേരിട്ടിട്ട് എന്താ കാര്യം? ബാലേട്ടനോട് ഇന്ദുവെടുത്തി സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങ് പറയണം, അവരെ കാണാൻ പറ്റത്തില്ലെന്ന്. പിന്നെ ഭാവിയിൽ അവരുമായോ അവർക്കുണ്ടാകുന്ന കുഞ്ഞുമായോ ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന് അങ്ങ് എഴുതി കൂടി അങ്ങ് വാങ്ങണം. അഭിപ്രായം കൊള്ളാം. പക്ഷെ മുദ്രപത്രത്തിൽ എഴുതിയാണോ മനുഷ്യ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ നടത്തുന്നത്? അല്ലാതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ബാലേട്ടൻ സീതയുടെ മുമ്പിൽ നിന്ന് പതറിയെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ ഇന്ദുവെടുത്തി. സീതയുടെ വയറ്റിലുള്ളത് സ്വന്തം കുഞ്ഞാണെന്നുള്ള ശക്തമായ വിശ്വാസം ബാലേട്ടനുണ്ട്. എനിക്കും തോന്നിയല്ലോ. ഇപ്പോ ഇത്രയും ആയെങ്കിൽ നാളെ കുഞ്ഞിനെ നേരിട്ട് കാണുക കൂടി ചെയ്താലോ? ഞാനതിപ്പോ ചോദിച്ചതേ ഉള്ളൂ. ഇനി ചന്ദ്രേട്ടനുള്ള വല്ല മറുകോ പുള്ളിയോ സീതയുടെ കുഞ്ഞിനുണ്ടെങ്കിൽ തെളിവായല്ലോ എന്ന്. അതാണ്. എന്തായാലും സീതാദേവിക്ക് ഇന്നു മുതൽ സുഖമായിട്ട് ഉറങ്ങാം. ഔദ്യോഗിക ഭർത്താവിനെ തന്നെ കുഞ്ഞിന്റെ അച്ഛനായിട്ട് ഉയർത്തിക്കാട്ടാനുള്ള ധൈര്യമായില്ലേ? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഇതുവരെ കുട്ടിമണിയുടെ കുഞ്ഞു മാത്രമായിരുന്നു ഇന്ദുവേടത്തിയുടെ ഉറക്കം കെടുത്തിയതെങ്കിൽ ഇപ്പോ ഉറക്കം കെടുത്താൻ ഒരസുര വിത്ത് കൂടിയായി. എന്നെ ഇങ്ങനെ പറഞ്ഞ ആദ്യ കയറ്റാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് കല പറയാം. DNA ടെസ്റ്റ് നടത്തി അതിന്റെ പേപ്പറുമായി സീത മുന്നിൽ വന്ന് നിന്നാ പോലും
ബാലേട്ടൻ തിരിഞ്ഞു നോക്കാത്തത്ര വെറുക്കണോ അവരെ? അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ബാലേട്ടനോട് അവരെങ്ങ് വെറുക്കാൻ പറയണം. പിന്നെ വറുക്കാൻ പറഞ്ഞു. പറഞ്ഞാലുടനെ ആരെങ്കിലും വെറുക്കൂ മനുഷ്യൻ. ആ അതും ശരിയാ. ഇന്ദുവേടത്തി പരമാവധി സീതയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവസാനം സീത എന്ന പേര് കേൾക്കുന്നത് പോലും ബാലേട്ടന് അലർജിയായി തോന്നണം. ബാക്കി എന്തു വേണമെന്ന് നമുക്ക് വഴിയെ ആലോചിക്കാം. കല മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ എനിക്കൊരു പിന്തുണ തരാൻ. ഞാനും രവിയേട്ടനും ഇന്ദുവേടത്തിയുടെ കൂടെ തന്നെ ഉണ്ട്. അതെ അതെ, ഞങ്ങൾ രണ്ടും ഇടത്തും വലത്തും ഉണ്ട്. അതെന്താ ഇടതും വലതും? നമ്മളെന്താ കുരിശയിൽ കിടക്കുന്ന കള്ളന്മാരാണോ? അല്ല, ഞാനങ്ങ് ആലങ്കാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇന്ദുവേടത്തിക്ക് കാര്യം മനസ്സിലായിരുന്നു. എന്തായാലും ഒരു തരത്തിലും മനസമാധാനമില്ല എന്നറിയും. പിന്നെ ഇടതും വലത് നിൽക്കാൻ പോവല്ലേ? നോക്കിക്കോ, ഇന്നു മുതല് ഇവര് സീതാന്ന് ജപിച്ചുകൊണ്ട് ബാലേട്ടന്റെ പുറകെ നടക്കും. അതോടെ ബാലേട്ടന്റെ ഉള്ള സ്വസ്ഥത കൂടി നഷ്ടപ്പെടും. ഇവരിൽ നിന്ന് രക്ഷ നേടി അങ്ങേര് സീതേടത്തിയുടെ അടുത്ത് പോവും. അതോടെ ഇന്ദുവേടത്തിയുടെ തനി നിറം പുറത്തു വരും. വക്കീൽ കോട്ടും ഇട്ടോണ്ട് അവര് നിയമയുദ്ധം തുടങ്ങും. പിന്നെ യെസ് യുവർ ഓണർ, ഒബ്ജക്ഷൻ യുവർ ഓണർ. എനിക്ക് വയ്യ. എന്റെ പൊന്നിന്റെ ഒരു ബുദ്ധി. താങ്ക് യു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു മോളെ? ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ കണ്ണുകളിലുണ്ടായ ഞെട്ടൽ ഞാൻ കണ്ടു. പിന്നെ ഒരല്പം വിഷമോ. വിഷമോ? അവനോ? എന്നാത്തിന്? അവൻ മറ്റെന്തെങ്കിലും ചിന്തിച്ചിട്ടാവും നീ പറഞ്ഞതുപോലെ എഴുതി തരാതിരുന്നത്. അങ്ങനെ എഴുതി തന്നാൽ നീ അതും കൊണ്ട് കേസിന് വല്ലതും പോയാലോ? അതൊന്നും അല്ലമ്മേ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് പാലേട്ടന്റേതാണെന്നൊരു ബോധം അദ്ദേഹത്തിനുണ്ട്. പിന്നെ ആ ചിന്തയുടെ മേൽ 10 മടങ്ങായിട്ട് വളർന്നു നിൽക്കുന്നത് മറ്റുള്ളവര് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കഥകളാണ്. എന്നെയും മനസ്സിനെയും ചേർത്തുള്ള നിറം പിടിപ്പിച്ച കഥകള്. പിന്നെ ചിന്തിക്കുമ്പോ ബാലേട്ടന്റെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ടല്ലോ. ഒരു ദിവസം ബാലേട്ടന് ഉച്ചയോണം കൊണ്ട് കടയിലേക്ക് പോയ ആളാണ് ഞാൻ. തിരിച്ച് ബാലേട്ടൻ വരുമ്പോ ഞാൻ വീട്ടിലില്ല. എന്നെ കാണാതായി. ഞാൻ എവിടെ പോയെന്ന് തേടി നാട് മുഴുവൻ അലഞ്ഞു ബാലേട്ടൻ. പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തു. പോലീസ് ബാലേട്ടനെ സംശയിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ശരിക്കും ഉപദ്രവിച്ചു. ഇതൊക്കെ സഹിച്ചതിന് ശേഷം 4 മാസം കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായി തിരിച്ചു വരുമ്പോ എങ്ങനെ സ്വീകരിക്കാൻ തോന്നും ഒരു ഭർത്താവിന്? അവന്റെ ഭാഗത്ത് ന്യായമില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. അവനെ കുറ്റപ്പെടുത്തുമ്പോഴും അവന്റെ മുഖത്ത് നോക്കി മുഖം കറുപ്പിച്ച് സംസാരിച്ചപ്പോഴുമൊക്കെ അവന്റെ ഭാഗത്ത് ന്യായത്തിന്റെ ഒരു ചെറിയ അളവുണ്ടെന്ന് എനിക്കന്നേ അറിയാമായിരുന്നു. അമ്മയെന്ന് വിളിച്ചപ്പോഴൊക്കെ ഉള്ളിൽ തട്ടി തന്നെയാ വിളിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിന്നെ വിട്ടിട്ട് അവൻ വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ അതിന് സാക്ഷിയാകാൻ എന്നെ വിളിച്ചപ്പോ അതൊരു വലിയ ചതിയായിട്ടാ അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ എതിർക്കാതിരിക്കാൻ ഞങ്ങളെ കൂടെ നിർത്തിയുള്ള ഒരു ചതി. ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയാ ബാലേട്ടൻ അങ്ങനെ ഒരു കളി കളിച്ചതെന്നല്ലേ പറഞ്ഞത്? എനിക്കിപ്പോഴും ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും ഒന്നും പറ്റത്തില്ല സീതയത്. നീ തിരിച്ചു വരാൻ വേണ്ടി അന്ന് ഞാനത് വിശ്വസിച്ചു. വെള്ളം തൊടാതെ വിഴുങ്ങി. അവൻ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോ അത് കാണുമ്പോ എന്റെ മോള് ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവള് വരട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ ഞാനും അതിന് സമ്മതം മൂളി. പക്ഷേങ്കില് കല്യാണം കഴിഞ്ഞ് അവൻ ജീവിതം തുടങ്ങിയതോടെ നിന്നെപ്പറ്റി തിരക്കാതെയായി. വിളിച്ചു വരുത്തി കബളിപ്പിച്ചതുപോലെയാ എനിക്കും വല്യണ്ണനും ഒക്കെ തോന്നിയത്. അതിന്റെ പേരിലാ വല്യണ്ണൻ ആദ്യമായി അവനോട് കയർത്ത് സംസാരിച്ചു തുടങ്ങിയത്. എന്തായാലും ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ട് ബാലേട്ടനെ ഉലയുന്നത് ഞാൻ കണ്ടു.
ഇന്ദുവിന്റെ മുമ്പിൽ, ഇന്ദുവിന്റെ ആജ്ഞകൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് എനിക്ക് ബാലേട്ടനെ മനസ്സ് കാണാൻ കഴിഞ്ഞു. ഒരു കടുത്ത വടംവലി ആ മനസ്സിൽ നടക്കുന്നുണ്ട്. സീത ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു വടംവലി. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് കിട്ടിയ ഒരു അംഗീകാരം പോലെയാ എനിക്കത് തോന്നിയത്. കുഞ്ഞു ബാലേട്ടൻ്റേതല്ല എന്ന് എഴുതിത്തരാൻ പറഞ്ഞപ്പോ ബാലേട്ടന്റെ കൈ വിറച്ചെങ്കിൽ അതിന്റെ അർത്ഥം സീതയുടെ വയറ്റിലുള്ളത് ബാലേട്ടന്റെ കുഞ്ഞാണെന്ന് ഒരു ചെറിയ വിശ്വാസമെങ്കിലും ബാലേട്ടന്റെ മനസ്സിലുണ്ടെന്നാണ്. എനിക്കെന്റെ കുഞ്ഞിനെ പ്രസവിക്കാനും വളർത്താനും ഒക്കെ ആ ഒരൊറ്റ വിശ്വാസം മതിയമ്മേ. അല്ലാതെ വയലോരം വീട്ടിലെ ബാലചന്ദ്രൻ കുഞ്ഞിന്റെ 28 കെട്ടിന് ഇവിടെ വന്ന് അതിനെ മടിയിലിരുത്തി സ്വർണ്ണനൂൽ അരയിൽ കെട്ടി കാതിൽ പേര് വിളിക്കുമെന്നുള്ള അമിതമോഹമൊന്നും സീതയ്ക്കില്ല. അച്ഛനും അമ്മയോടും ഒന്നിച്ച് എന്റെ കുഞ്ഞ് വളരുമെന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷേ അവന്റെ അമ്മയ്ക്ക് മുമ്പോട്ട് പോവാൻ ഈ അംഗീകാരം മതി. ബാക്കിയൊക്കെ പിന്നെ. അവനെ ഒക്കത്ത് വെച്ചുകൊണ്ട് സീത യുദ്ധത്തിനിറങ്ങും. അത് ബാലേട്ടനെ തോൽപ്പിക്കാനോ ബാലേട്ടന്റെ ജീവിതത്തിൽ അവകാശം സ്ഥാപിക്കാനോ ഒന്നുമല്ല. ചുണ്ടനക്കാതെ നിന്ന ബാലേട്ടനിൽ നിന്ന് അന്ന് എനിക്ക് ചിലത് കേൾക്കണം. അന്ന് വേണം ചിലത് പറയാനും. എന്തായാലും സീത ഇന്ന് ജയിച്ചു. മോൾ എന്തായാലും കഴിച്ചിട്ട് പോയാ മതി. അത് അമ്മ ഞാൻ പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് മര്യാദക്ക് കഴിച്ചിട്ട് പോയാ മതി. അമ്മ ആ കുമ്മ അവിടെ ഇരിക്കു വച്ചേ. അല്ല പിന്നെ കഴിക്ക്. ആഹാ സാപ്പിടുവാ. അത് എന്നത്? ഓ ഇടിയപ്പം. ആ നീ ഇത് കഴിച്ചു തുടങ്ങിയില്ലല്ലോ അല്ലേ? ഇല്ലക്കാ. അല്ല എച്ചിലായോന്ന് അറിയാൻ വേണ്ടിട്ട്. ഇല്ലക്കാ. ഇതേ ഞാൻ കഴിച്ചോളാം. നല്ല രുചി. അയ്യോടിയ ഇതെന്നെ ഇടപാടാ? ഇതാ ഇനി മുതൽ ഇവിടുത്തെ ഇടപാട്. ഓസിനുള്ള തീറ്റിക്കല് ഞങ്ങൾ അങ്ങ് നിർത്തി. അതെ, എല്ലു മുറിയെ പണിയെടുത്താ പല്ലു മുറിയെ തിന്ന. ഇവൾക്ക് കഴിക്കണമെങ്കിലേ ഇവൾ അധ്വാനിച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കളയില് ജോലിക്ക് നിന്നാലും മതി. പെണ്ണെ അഹങ്കാരം പറയുന്നതിന് അതിരുണ്ട്. അഹങ്കാരമൊന്നും അല്ല അപ്പച്ചമ്മേ. നിങ്ങളുടെ ഭർത്താവിനും കൊടുക്ക ഒരു ജോലി. നല്ല ഒരു കാക്കി ഷർട്ടും പാൻസും തുന്നിച്ചു തരാം. ഗേറ്റിൽ പോയി സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാൻ പറ. അക്കാ പോതും. ഇറ്റ്സ് എനഫ്. ഓഹോ, നീ ഇംഗ്ലീഷ് പറഞ്ഞ് മെരിട്ടുവാണോ? ഓ ഭാഷാ സ്നേഹി. അവൾക്ക് അവളുടെ തീറ്റ നഷ്ടപ്പെട്ടതിന്റെ വേദന. அக்கா நீங்க இப்ப செஞ்சது பெரிய தப்பு. സാരമില്ല. വിശന്നിരിക്കുന്നവനോട് മുമ്പിന്ന് വിളമ്പി വെച്ച ആഹാരം മാറ്റുക പെരിയ പെരിയ തപ്പ്. സാരമില്ലെന്നേ, ഞങ്ങളും എന്തേലും തെറ്റൊക്കെ ചെയ്യണ്ടേ? ആ அக்கா நீங்க கடவுளை கண்டுட்டுண்டோ? கடவுள் എന്താണെന്ന് உங்களுக்கு தெரியுமோ? വിശന്നിരിക്കുന്നവ മുന്നില് നമ്മ ആഹാരം വെച്ചു കൊടുക്കുമ്പോ അവന്റെ കണ്ണില് ഒരു തിളക്കം ഉണ്ടാവും. ആ തിളക്കമാണക്ക ദൈവം. അങ്ങനെ വേണം നമ്മ ദൈവത്തെ കാണാൻ. അല്ലാതെ കോവില കുമ്പിട്ടിട്ടില്ല. നല്ല കാര്യങ്ങൾ കാതുകൊണ്ടല്ല ഇതയം കൊണ്ട് കേൾക്കണമെന്നാ. ഹൃദയം ഉള്ളവങ്ങൾക്ക് തന്നെ അത് പറ്റും. ഞങ്ങൾക്ക് തൽക്കാലം ഹൃദയമില്ല. പകരം ദേ ഇത് തരാം മൈലമ്മയ്ക്ക്. ഒന്നിൽ അരി, മറ്റൊന്നിൽ പച്ചക്കറി. വാങ്ങിച്ചോണ്ട് വന്നാ മുടക്കമില്ലാതെ ഭക്ഷണം കിട്ടും. അതെ, ഇല്ലെങ്കില് വായു ഭക്ഷിക്കേണ്ടി വരും. അത് നീ ഫ്രീ ആയിട്ട് എടുത്തു. അക്ക എനക്കും ഉനക്കും എല്ലാം കടവുൾ ഫ്രീയാ തരുന്നതാ ഓക്സിജൻ. ദൈവത്തിന്റെ എയർ സപ്ലൈ കട്ടാകാതിരിക്കാൻ അക്ക പ്രാർത്ഥിക്കും. ഓ എന്നാലും എന്റെ കൊച്ചിന്റെ മുമ്പിൽ നിന്ന് അന്നം എടുത്ത് മാറ്റിയല്ലോ നീയൊക്കെ. ഞാനൊന്ന് ആഞ്ഞ് പ്രാവ്യാലുണ്ടല്ലോ അറബിക്കടലിലെ ഉപ്പാവും നീയൊക്കെ കാണണോ? എന്നമ്മായത് വാ വാ.
പെരീപ്പാ ഞാൻ പോയിട്ട് വരെ. ആ പോയിട്ട് വാ, എല്ലാം നന്നായി വരട്ടെ. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഓ ഞാനും തോന്നുമിണ്ട, നിങ്ങൾ പെരിയപ്പായും മോളും അല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്റെ അമ്മ അപ്പടിയൊന്നും പേസക്കൂടാതെ. എല്ലാം എന്റെ അമ്മാവോടെ ഇഷ്ടത്തോടെ മതി. ഞാൻ പോയി കാര്യങ്ങൾ ഭംഗിയായി ചെയ്തിട്ട് വരട്ടെ. ചെല്ല് ചെല്ല്, പോയിട്ട് വാ വേഗം. ഇന്ന് തന്നെ നിങ്ങള് വക്കീലാഫീസിലേക്ക് പോവുമോ? അതൊന്നും എനക്കറിയില്ല. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എനക്കറിയില്ലല്ലോ. എന്തായാലും അവിടെ ഒന്ന് ചെല്ലട്ടെ. ചെന്ന് മനസ്സിച്ച അണ്ണനെ കാണാം. ഇന്ന് തന്നെ വക്കീലാഫീസിൽ പോയില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവാത്. നമ്മ ഏറ്റവും നല്ല വക്കീലെ കണ്ട് കാര്യങ്ങൾ ചെയ്താലേ അടുത്ത ദിവസം കാര്യങ്ങൾ ശരിയായി നടക്കൂ. എന്റെ കുട്ടിമണിക്ക് ജാമ്യം കിട്ടും, അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കുട്ടിമണിയുടെ ജാമ്യക്കാര്യത്തിനാണ് പോണെന്ന് ഇവിടെ ആരും അറിയണ്ട. അറിഞ്ഞാ പിന്നെ അപ്പ തുടങ്ങും അതിന്റെ പേരിലുള്ള ബഹളം. അമ്മ ആരോടും ഒന്നും പറയണ്ട. നമുക്ക് ആരോടും മത്സരിക്കാനല്ലോ അമ്മ ലക്ഷ്യം. നമുക്ക് എങ്ങനെയെങ്കിലും പാവം കുട്ടുമണിയെ പുറത്തിറക്കുക എന്നതല്ലേ കാര്യം. അത്രേ ഉള്ളൂ. പാവം, അതിന് ആ ഭ്രാന്താസ്പത്രിയിൽ നിന്ന് എത്രയും വേഗം പുറത്തു കൊണ്ടുവരണം. ഓർക്കുമ്പോ വല്ലാത്തൊരു പിടപ്പാ നെഞ്ചിനകത്ത്. ഇന്നലെയും കൂടി ഞാൻ അളിയനെ സ്വപ്നം കണ്ടു. എന്റെ അടുത്ത് വന്നു നിന്നിട്ടൊരു ചോദ്യം, ഗോവിന്ദ നീ ഉണ്ടായിട്ടും എന്റെ പെങ്കൊച്ചിന് ഗതി വന്നില്ലേ എന്ന്. നിന്നെ കൊണ്ട് പറ്റായിട്ടാണോ ഗോവിന്ദ, അതോ നീയും വേണ്ടാന്ന് വെച്ചോ അവളെ? ഭാര്യയുടെ സഹോദരനെന്നോ അളിയനെന്നോ ഉള്ള സ്ഥാനമായിരുന്നില്ല എന്റെ ജീവിതത്തിൽ അച്യുതക്കുറിപ്പിനുണ്ടായിരുന്നത്. ഞങ്ങൾ കൂട്ടുകാരെ പോലെ, കൂടപ്പിറപ്പുകളെ പോലെ പരസ്പരം സ്നേഹിച്ചവരാ. കവലപ്പെടാതെ പ്രിയപ്പാ, ഞാൻ പോയിട്ട് വരാം. കാര്യങ്ങളെല്ലാം നല്ല നടക്കും. പോയിട്ട് വാ. പളനി ആണ്ടവത്തോടെ. എന്നാലും ആ കൊച്ചു വന്ന് നമ്മളെ സഹായിക്കാമെന്നത് ഓർക്കുമ്പോൾ ഏത് കൊച്ച്? മൈലമ്മ. ഒരു കൊച്ചു കേറി സഹായിച്ചെന്ന് വിചാരിച്ച് അതിനെ അമ്മ തായേന്നൊക്കെ വിളിച്ച് സീന് ബോറാക്കാതെ ബായ്. മയിൽ എത്ര സുന്ദരമായ പദം, നമ്മുടെ ദേശീയ പക്ഷി. എന്നാലും ഒരു പരിചയമില്ലാത്ത എന്നെ സഹായിക്കാന്ന് വെച്ചാ അതാണ് ബായ് ദൈവത്തിന്റെ തിരക്കഥ. ഓരോ സമയത്ത് ആര് ആരെ സഹായിക്കണമെന്ന് ദൈവം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഉപദ്രവിക്കണമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഉപദ്രവത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു ചടങ്ങുണ്ടാക്കി. അതെന്താ ഭായി? കല്യാണം. അതോടെ കുടുംബത്തിന്റെ സീൻ കോൺട്രയായി തുടങ്ങും. പിച്ചള ഒരു കല്യാണം കഴിക്ക്, അപ്പൊ ഈ ചിന്താഗതിയൊക്കെ അങ്ങ് മാറും. ഒരുത്തി ചതിച്ചതിന്റെ ക്ഷീണമൊന്നും മാറട്ടെ ബായ്. എല്ലാരും അങ്ങനൊന്നും അല്ല പിച്ചളെ. ഓ എന്നാലും വേണ്ട ബായ്, നമ്മൾ കുറച്ച് ശുദ്ധവായു ശ്വസിച്ച് ജീവിച്ചോട്ടെ. ജീവിതത്തിലിപ്പോ മൊത്തം ഓക്സിജനാ. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടോന്ന് സീൻ കോൺട്ര ആക്കണോ? ദേശീയ പക്ഷി വന്നു. ശരി. ഞങ്ങള് മൈക്കുട്ടീന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മയിൽക്കുട്ടിയാ? മൈലമ്മയുടെ ഷോർട്ട് ഫോം. ഒരു സ്പൂൺ വാത്സല്യം കൂടി ചേർത്ത് മൈക്കുട്ടിയാക്കി. എന്നെ എന്റെ പേര് വിളിച്ചാ മതി. മയില്, മയിലമ്മ, പളനിമല മയിലമ്മ. ബെസ്റ്റ്. തമിഴ് പടത്തിന്റെ പേര് പോലുണ്ട്, പുലിക്കോട്ടൈ വാലിബൻ എന്നൊക്കെ പറയുന്ന പോലെ. അണ്ണേ, വക്കീൽ സാർ വന്നിട്ടാരാ? സാർ അകത്തുണ്ട്, എന്തോ ഒരു മീറ്റിംഗിലാ. ആ വക്കീൽ സാറാ? അല്ല സാർ, ആ ഞങ്ങളിതാ പുറത്ത് നിൽപ്പുണ്ട്. ഇതാ വരുന്നു സാർ, വാ വാ. സാർ, എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടണോ? അന്ത മാതിരി ഒരു പ്ലേസിലാ കുട്ടുമണിയ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഷീസ് മെന്റലി റിട്ടാർഡഡ്. സീൻ ഹോളിവുഡായി ബൈ. ഇതാ ഇംഗ്ലീഷൊക്കെ പറയുന്നു. സാർ എങ്ങനെയെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ ധൈര്യമായിരിക്കും. ഓപ്പറേഷൻ ചെയ്യാൻ പോണ ഡോക്ടർക്ക് ഇതൊക്കെ പറയാ. രോഗിക്കല്ല പേടി മുഴുവൻ. നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടല്ലോ. അതല്ല, നേരത്തെ. ഞങ്ങള് നേരത്തെ അങ്ങോട്ട് കയറി വന്നപ്പോ. അതുമല്ലെന്നേ, വേറെ എവിടെയോ വെച്ച്. കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ വെച്ചായിരിക്കണം സാർ. ഓ, ഡിപ്പാർട്ട്മെന്റുമായി ബന്ധമുള്ളയാളാണോ? നല്ല പിടിപാടാ. ആ, എന്നുവെച്ചാ ഇടയ്ക്കിടയ്ക്ക് അവരെന്നെ പിടിക്കും. എന്റെ മുതുകത്ത് പാട് വീഴും, അത്രേ ഉള്ളൂ. ആളത്ര ക്ലിയർ കേസ് അല്ല സർ. ആ, സന്തോഷായി. ഇനിയും കേസ് കിട്ടുമല്ലോ. അത് ശരി. വിശപ്പ് കൊണ്ടൊരു ചെകുത്താൻ കരയുമ്പോ
ആ ചെകുത്താന്റെ കണ്ണീര് കുടിച്ച് വിശപ്പ് മാറ്റാൻ നടക്കണു വേറൊരു ചെകുത്താൻ. വല്ലതും പറഞ്ഞോ? അല്ല സാർ ഈ കോട്ടക്കെട്ടിരിക്കുമ്പോൾ ചെകുത്താനെ പോലെ അല്ല ദൈവത്തെ പോലെ ഉണ്ടെന്ന് പറയായിരുന്നു. ഓ സാർ, എൻ്റെ കുട്ടിമണി അവളൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഞാൻ പറഞ്ഞില്ലേ വിഷമിക്കണ്ടെന്ന്, നമുക്ക് ശരിയാക്കാം. കുട്ടിമണി ഒന്ന് കാണണ്ടേ സാർ? ഇന്ന് തന്നെ പോണോന്ന് കരുതിയതാ. പോവാം. സാറ് ഞങ്ങളൂടെ വരുന്നുണ്ടോ? നിങ്ങൾ ഇറങ്ങിക്കോ, ഞാനേ ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് പുറകെ വന്നോളാം. ശരി, വലിയ ഉപകാരം സാർ. താങ്ക് യു സാർ. ரொம்ப நன்றி சார். അപ്പൊ സലാണ്ട് സാർ. എന്നാലേ நான் ஜங்ஷன்ல வந்துட்டு வீட்டுக்கு போறேன். அண்ணன் போய் குட்டிமணியை பார்த்து வக்கால தொப்பிட்டு வாங்குங்க. അതെ, എനിക്ക് ഒരാളെ കാണാനുണ്ട്. ബായ് കുട്ടുമണിയെ കണ്ടുവരുമ്പോഴേക്ക് ഞാനും തിരിച്ചു വരാം. ആ ശരി. எங்க இருந்து മോഷ്ടിക്കാനാ? മോഷണ എന്താ അത്? തിരുട. ഓ അതെ, എനിക്ക് കമ്പനിയിലൊന്ന് പറയണം, ഇന്ന് ലീവാണെന്ന്. പിന്നെ സീതേടത്തി വരുന്നുണ്ട് എന്റെ കൂടെ. ജംഗ്ഷനിൽ കാത്തിക്കാന്നാ പറഞ്ഞേ. எனக்கும் பார்க்கணும் சீதாக்காவ. എന്നതാ സീതക്കാക്കി? சீதா அக்கா. ഓ എന്ന് വാ. ആ സീതേടത്തി എപ്പോ എത്തി? ഒത്തിരി നേരമായോ? ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ശിവയെ ഇപ്പൊ കാണാറേ ഇല്ലല്ലോ സിജ. അവൻ ഭയങ്കര തിരക്കിലായി എടുത്തി, റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു. വണക്കം അക്ക. എന്നെ തെരിയുമാ? അറിയാതെ പിന്നെ. അന്ന് അമ്മ മരിച്ചു കിടന്നപ്പോ എനിക്ക് വേണ്ടി സംസാരിച്ച ഒരേ ഒരാള്. വക്കീൽ എന്ത് പറഞ്ഞു സിജ? ഇന്ന് പോണ്ടേ കുട്ടിമണിയുടെ അടുത്തേക്ക്? എനിക്ക് അവളെ ഒന്ന് കാണാഞ്ഞിട്ട് എന്ത് സങ്കടമാണെന്നറിയാവോ? ആ, മൈലമ്മ വരുന്നുണ്ടോ നമ്മുടെ കൂടെ? ഇല്ലക്ക, ഞാൻ ഇപ്പൊ അങ്ങ് പോകും വീട്ടിലേക്ക്. എടുത്തി, ഞാനൊന്ന് കമ്പനി പറഞ്ഞിട്ട് ഇതാ ഓടി വരാം. അതുവരെ മൈലമ്മ സീതേടത്തിക്ക് ഒരു കമ്പനി കൊടുക്ക്. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ട് നിന്നോ. വക്കീല് വരുന്നില്ലേ? സാറ് അങ്ങ് എത്തിക്കോളാന്നാ പറഞ്ഞേ. എന്നാ പിന്നെ സിജൻ പോയിട്ട് പെട്ടെന്ന് വാ. ശരി, ഞാനും പോവാ സീതേടത്തി. പുലിക്കോട്ടൈ വാലിബ. അയ്യോ പഴനിമല മൈലമ്മേ. സോറി തിരുടാ. വാ വാ പോവാ. ആ, മൈലമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ അറിയാവോ? ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാവോ? எனக்கு இந்த நாடும் ஸ்தலமൊക്കെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങ ഇருந்து ബസ് പിടിച്ചാ 1 മണി നേരத்துக்குள்ள എനിക്ക് എന്റെ വയലോരം വീട്ടിലെത്താം. അത് എനിക്കറിയാം. വയലോരം വീട്. അങ്ങനെ മൈലമ്മ അവിടെ എത്തി. എന്താക്കാ? എങ്ങനുണ്ട് വയലോരം വീട്ടിലെ താമസമൊക്കെ? വന്നപ്പ തൊട്ട് അങ്ങ ഒവ്വൊരു പ്രശ്നങ്ങളല്ലേ അക്ക. പിന്നെ രാത്രി ഉറങ്ങുന്നു, രാവിലെ ഉണരുന്നു, അത്രേ ഉള്ളൂ. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാം ഒരു കണ്ണും കാതും തുറന്നു വെച്ചോണം കേട്ടോ. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ അങ്ങ് വിഴുങ്ങിക്കളയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് വയലോരം വീടിന്. അക്ക, എന്നെ പ്രോബ്ലം? വയലോരം വീട്ടില് ചില ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ചതിക്കുഴികളാ? അതെന്നത്? നമ്മളെ അപകടത്തിൽപ്പെടുത്താൻ പോകുന്ന ചില ആളുകള്. അവരെ സൂക്ഷിച്ചോണം. അക്ക യാരെയൊക്കെയാ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞാ എനക്കത് കണ്ടു നിക്കണം. ഇല്ലെന്നാ ഞാൻ പറയുമ്പോ കുട്ടി കരുതും ഞാൻ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയാണെന്ന്, അല്ലെങ്കിൽ എനിക്കിതിനകത്ത് വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന്. എന്നാ അങ്ങനെയല്ല. ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ലക്ക, നിങ്ങ സൊല്ലുങ്ക. മതികല എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ട്. ആ, മതികല അക്ക. അക്കാക്കെന്നെ കഴിഞ്ഞ കുറെ ദിവസം കൊണ്ട് മതികലയുടെ സ്വഭാവം കുട്ടിക്ക് ഏകദേശം മനസ്സിലായില്ലേ? മനസ്സിലായി. ரொம்ப കഷ്ടം. அந்த രവിയണ്ണ അവങ്ങളെ പാവമാണതിനാല കൊണ്ട് നടക്കാറ്. അതൊക്കെ പോട്ടെ, അതൊക്കെ അവളുടെ സ്വഭാവത്തിന്റെ ചെറിയ ചെറിയ കുഴപ്പങ്ങളാ. അതൊന്നും അല്ല മതികല. നമുക്കാർക്കും കണ്ടു മനസ്സിലാക്കാനോ ചിന്തിച്ച് കരുനീക്കാനോ കഴിയാത്ത രീതിയിലായിരിക്കും അവളുടെ നീക്കങ്ങളും പെരുമാറ്റങ്ങളും. അതുകൊണ്ട് മതികലയെ സൂക്ഷിച്ചോണം. പറഞ്ഞത് മനസ്സിലായോ? വളരെ ഡേഞ്ചറസ് ആണ് അവള്. എതിർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഏത് രീതിയിലും അപകടപ്പെടുത്തും. ഞാൻ ഈ പറഞ്ഞൊന്നും തള്ളിക്കളയണ്ട, മനസ്സിൽ വെക്കുക. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒരു കണ്ണും കാതും തുറന്നു വെക്കണമെന്ന്. എന്റെ അനുഭവത്തിൽ നിന്നാ ഞാനീ പറയുന്നത്. ഞാനീ പറഞ്ഞ ശ്രദ്ധ അന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ. സരിത, അപ്പച്ചപ്പനെയും അപ്പച്ചിയമ്മയും ഞാൻ തിരക്കിന്ന് പറയണം. അവരെന്നെ തിരക്കുന്നുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇല്ലാന്നറിഞ്ഞാ എനിക്ക് സങ്കടം വരും. അതുകൊണ്ടാ. எனக்கு உங்களோட மனசு தெரியும், உங்களையும் தெரியும். என்ன உங்க தங்கச்சி மாதிரி கண்டா போதும்.
കുട്ടിമണിയെ സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കണം. நான் உண்டு அக்கா கூட. മതി, ഒരു കാപ്പി ഇട്ട് തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് കുറെ നേരം ആയല്ലോ. എന്താ നിനക്കൊരു കാപ്പി ഇട്ടാല് നിന്റെ കയ്യിൽ വള ഉരുപ്പുവോ? കയ്യല്ലേ കൊലുസൂരും. പറ്റത്തില്ലെന്ന് പറഞ്ഞാ പറ്റത്തില്ല. അത്രയ്ക്കായോടി നീ? കുറെ കാലം കൊണ്ട് ഞാൻ സഹിക്കാം നിന്റെ അഹങ്കാരം. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്നതാ നിങ്ങൾക്ക് പറയേണ്ടത്? എനിക്കാണോ നിനക്കാണോ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അധികാരമെന്ന്? സംശയം എന്താ? അധികാരം എനിക്ക്. എന്ന് നീ അങ്ങ് തീരുമാനിച്ച മതിയോടി. നിന്റെ ഭർത്താവാ ഞാൻ. അതിന് ഞാൻ എന്നാ വേണം? ഭർത്താവിനെ ഭാര്യ അനുസരിക്കണമെന്ന് എന്ന് വെച്ചാ നീ എന്നെ അനുസരിക്കണമെന്ന്. എന്നെ കൊണ്ട് സൗകര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അനുസരിക്കും. എന്തു പറഞ്ഞടി? പോയി കാപ്പി എടുക്കടി. എനിക്ക് വയ്യ. ഈ മനുഷ്യനത് എന്തു പറ്റി? ഭ്രാന്തായോ? സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല മതി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ചിരിച്ചത്? ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ഞാൻ മതി തല്ലിയതായിട്ട്. എന്നെ തല്ലിയെന്നോ? അതിനാണോ നിങ്ങൾ ഇവിടെ കിടന്ന് ചിരിച്ചത്? അല്ല, മതി എന്നെ തല്ലിയെന്ന്. എന്റെ പൊന്ന് എന്റെ കവിളത്ത് തല്ലിയതിന്റെ സന്തോഷത്തില് രവിയേട്ടൻ അങ്ങ് ചിരിച്ചു പോയതാ. നിങ്ങൾ ഈ ചുമ്മാ കിടന്നുറങ്ങാതെ പോയി ചെന്നൊരു കാപ്പി എടുത്തോണ്ടോ? ഞാനോ? അല്ലാതെ പിന്നെ ഞാൻ ഇടൂ കാപ്പി? സ്വപ്നത്തിലും കാപ്പിയായിരുന്നു വിഷയം. രാവിലെ കണ്ട സ്വപ്നം ഫലിക്കൂ മതി. നിങ്ങൾ കാപ്പി ഇട്ടില്ലെങ്കിൽ ഫലിക്കും. പോയി ചെന്ന് കാപ്പി എടുക്ക് രവിയേട്ടാ. ഗോ ടു ദ കിച്ചൺ, ഗോ. അല്ല, നമുക്ക് ഈ റൂമിനകത്ത് ഒരു കിച്ചൺ സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അല്ല, അതെന്തിനാ? അല്ല, എനിക്ക് അടുക്കളയിൽ പോവാതെ ഇവിടെ നിന്ന് എല്ലാം അങ്ങ് ചെയ്യാലോ. ആ, അതൊരു നല്ല ഐഡിയ. എന്നാ പിന്നെ നമുക്കൊരു കാർ പോർച്ചും കൂടി ഇതിന്റെ അകത്ത് പണിയാം. അതാവുമ്പോ കട്ടിലേന്ന് എണീറ്റ് നേരെ കാറിലോട്ട് കേറിയാ മതിയല്ലോ. അത്രയ്ക്ക് വിസ്താരം ഉണ്ടല്ലോ ഈ മുറിക്ക്. അല്ല മതി, നിങ്ങൾ നിന്ന് മണ്ടത്തരം പറയാതെ പോയി കാപ്പി ഇട് മനുഷ്യ. നിങ്ങൾ അടുക്കള കയറുന്നതിന്റെ നാണക്കേടെ ഞാനങ്ങ് സഹിച്ചു. പോ. ആ പിന്നെ മധുരം പാകത്തിന് മതി. മധുരം നോക്കാൻ കാപ്പി ഒന്നും കുടിക്കരുത്. മണപ്പിച്ചു നോക്കിയ മധുരം അറിയത്തില്ല മതി. അയ്യടാ തമാശ. എനിക്ക് എടുക്കുന്നതിൽ നിന്നും കുടിച്ചു നോക്കുന്നെന്നാ പറഞ്ഞത്. ഇല്ല. പിന്നെ ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകണം. ശരി. ഗ്ലാസ് തുളുമ്പ കൊണ്ടുവരെയൊന്നും ചെയ്യരുത്. ഇല്ല. എന്നാ ചെല്ല്. ശരി പന്നെ. ഒരു സ്വപ്നസഞ്ചാരി. ഇത് സർക്കാരിന്റെ വക മാനസിക രോഗാശുപത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജയില് തന്നെ സീതെടുത്തി. പിന്നെ അല്ലാതെ എന്തുവാ? പിന്നെ ഇവിടെ ആവുമ്പോ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. സർക്കാരിന്റെ സ്ഥാപനമൊക്കെ അല്ലേ, ഇതിനൊക്കെ ഇതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഇവിടെ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരെ പുറത്തു കൊണ്ടുപോകുക. സാറേ, സാറ് വിചാരിച്ചാലേ അത് നടക്കൂ. ഞങ്ങൾ ദൈവത്തെയും സാറിനെ ആശ്രയിച്ച ഇപ്പം നിൽക്കുന്നത്. ധൈര്യമായിട്ട് നിൽക്ക്. നമുക്ക് കാര്യങ്ങളൊക്കെ നേരെയാക്കാവുന്നേ. അടുത്ത പ്രാവശ്യം കുട്ടിമണിയെ കോടതി ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടിയിരിക്കും. അക്കാര്യം ഞാനേ. മോളെ കുട്ടിമണി, മോളെ. ഒട്ടും രക്ഷയില്ലാട്ടോ ഇവിടെ, ഒട്ടും രക്ഷമില്ല. അതെ കുട്ടിമണിച്ചേ, വീട്ടിലെ പോലെ ഒന്നുമില്ല ഇവിടെ. നല്ല ഉപ്പില്ല, നല്ല ഭക്ഷണമില്ല, ബിരിയാണി കിട്ടുന്നില്ല, ഓറഞ്ച് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ വേറെ 2-3 പേരുണ്ട്. പക്ഷെങ്കില് അവരൊക്കെ ഭയങ്കര പാന്തരാന്നേ. അവരെ എന്റെ മുടിയൊക്കെ പിടിച്ചാ വന്നു, എന്നിട്ട് എന്റെ കണ്ണിൽ കുത്താൻ വന്നു. അവിടെ കണ്ണു മമ്മളത്തിലിട്ട് ഞാനൊരു കുത്തു കൊടുത്തു. അപ്പൊ അവളെന്നെ ഇഴിച്ചു. അപ്പൊ ഞാൻ അവളെ പിടിച്ച് കഴിച്ചു. കുട്ടു, എന്താ ഇത്? നിങ്ങളിങ്ങനെ രണ്ടുപേരും കരഞ്ഞോണ്ട് നിന്നാ മതിയോ? എന്തിനാ ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നേ? അല്ല, ഇത് ഏടാ മനുഷ്യ ഈ കാക്ക? അയ്യോ, ഇത് വക്കീല. എന്തെങ്കിലും വക്കീല്, നമ്മുടെ ഇന്ദുവടത്തി വക്കീലല്ലേ എന്ന് പറയുന്നത് പോലെ വക്കീല്. കുട്ടിമണിയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നതാ. അത് മോളെ ഇവിടുന്നേ മനസ്സിന്റെ കൂടെ കൊണ്ടുപോകാനായിട്ട്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകും കേട്ടോ കുട്ടുവനി. ഞാൻ ഇപ്പൊ മനുഷ്യന്റെ കൂടെ പോവാ.
ഞാൻ വല്യച്ചീന്റെ കൂടെ അങ്ങ് പോവും കേട്ടാ. ഞങ്ങൾ പോയിട്ട് ചിക്കൻ ബിരിയാണി മേടിച്ചു തിന്നു, പക്ഷേ നിങ്ങൾക്ക് കിട്ടാറില്ല. അയ്യോ കുട്ടു, കുട്ടിമണിയെ ഇപ്പം കൊണ്ടുപോകുന്നല്ല പറഞ്ഞത്. പിന്നെ അടുത്ത ദിവസം കോടതി കൊണ്ടുവരുമ്പം ജഡ്ജി അദ്ദേഹം ഞാൻ നോക്കുന്നുണ്ട്. ഇന്നാളെ കൊണ്ട് തന്നെ മറ്റേ കൂട്ടില് നിർത്തിയതല്ലേ, വലിയ ചുറ്റിയെ കൊണ്ടിരിച്ച നാള്. ചുറ്റി കൊണ്ട് അടിച്ചിട്ട് ഓർഡറാന്ന് പറയുന്ന ആളല്ലേ അല്ലേ? ആ, അവിടുന്നാണ് ജാമ്യം കിട്ടുന്നത്. അതിനു വേണ്ടിട്ടാ ഈ വക്കീല് വന്നേക്കുന്നേ. ഓ, എനിച്ചിനി ഇവിടുന്ന് എങ്ങും പോവാൻ വയ്യ മനുഷ്യ. ഒന്നാടെ എനിച്ചും കുഞ്ഞു മനുഷ്യൻ വയ്യാണ്ടിരിച്ചുവാ. മനുഷ്യനൊരു കാര്യം ചെയ്യേ, ആ ചുറ്റിയക്കാരനോട് ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് ഇവിടെ ഇരുന്നോണ്ട് ഓർഡറാന്ന് പറയാൻ പറ. എന്നിട്ട് എന്നെ അങ്ങോട്ടൊന്ന് വിടാൻ പറ എന്റെ മനുഷ്യ. അയ്യോ മോളെ, അങ്ങനൊന്നും പറ്റത്തില്ല. നമുക്കേ കോടതി പോയിട്ട് അടുത്ത ദിവസം അവിടുന്ന് ജാമ്യം എടുത്തിട്ട് കുട്ടിമണിക്ക് മനസ്സിന്റെ കൂടെ തിരിച്ചു പോവാം. എന്നിട്ടേ പോകുന്ന വഴിച്ച് എനിച്ചും കുഞ്ഞു മനുഷ്യൻ ബിരിയാണി കച്ചനോ. എടിയേ കുഞ്ഞുമണി, അച്ഛാ വന്നേക്കുന്നു. അതെ കുഞ്ഞുമണി ഇപ്പൊ ഭയങ്കര ഒക്കമാണേ. ഓ, ഇവിടെ കളിച്ചാനായിട്ട് ഒന്നുമില്ല. കിങ്ങിനി പാവ ഇവിടെ ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനും വിചാരിച്ചു എന്റെ കുഞ്ഞുമണി അങ്ങോട്ട് ഉറങ്ങിക്കോട്ടെ എന്ന്. ഇല്ലെങ്കിലേ അവൾ എപ്പോഴും ബിരിയാണി ഉണ്ടോ, ഓറഞ്ച് ഉണ്ടോ, ആപ്പിൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഒരേ ഇരിപ്പല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച അവൾ അങ്ങ് ഉറങ്ങിക്കോട്ടെ. അതെ, നിങ്ങൾ കുടുംബകാര്യം പറഞ്ഞ് സമയം കളയല്ലേ. ഒഫീഷ്യലായിട്ട് വലുത് ഒപ്പിടാനുണ്ടെങ്കിൽ അത് ഒപ്പിട്ട് മേടിച്ചിട്ട് പെട്ടെന്ന് പോണം. അല്ലാതെ നിങ്ങൾ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്തോറും ഇവരുടെ മാനസിക നില വഷളായിക്കൊണ്ടേയിരിക്കും. അത് മറ്റു രോഗികൾക്ക് ബുദ്ധിമുട്ടാവും. മനസ്സില വൈഫിനെ കൊണ്ട് ഇതിലൊന്ന് ഒപ്പിടിക്ക്. എന്നതാ മനസ്സിലാ? ഉപ്പിനാണോ ഉപ്പാണോ? ഒപ്പിടാൻ ഒപ്പാ നമ്മള് പേപ്പറിലൊക്കെ ഒപ്പിടത്തില്ലേ? അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല. അക്ഷരം പഠിച്ചാൽ ഞാനങ്ങനെ ഒപ്പിടുന്നേ. അറിയാവുന്ന രീതിയിൽ കുട്ടിമണിയുടെ കൈ പിടിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യും. മനസ്സിലാ ഒരു ഒഫീഷ്യൽ ഫോർമാലിറ്റി അത്രേ. കുട്ടിമണി ഇങ്ങനെ ഒപ്പിടാന് വാ പറയാം. ഇന്നാളേ നമ്മളെ പേപ്പറിലൊക്കെ ഇല്ലേ? ഒരു സെക്കൻഡ് പിടിച്ചോ. മാഡം, കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടിമണിക്ക് കൊടുക്കാൻ. പുറത്തുനിന്നുള്ള ഒരു ഫുഡും ഇവിടെ പെർമിറ്റഡ് അല്ല. സോറി. 2 കാരണങ്ങളാ. ഒന്ന്, ഈ കൊച്ചി ഇതുകൊണ്ട് അങ്ങോട്ട് ചെന്ന ആ മുതു പിശാചുക്കളെ എല്ലാരുടെ പ്രശ്നം ഉണ്ടാക്കും. കൊണ്ടുവന്ന ബിസ്ക്കറ്റും തിന്നും, ഇതിനെയും തിന്നും. അത് മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു കേസിലെ പ്രതിയാക്കപ്പെട്ട ആളുകളല്ലേ. അതുകൊണ്ട് ആരെന്ത് ഭക്ഷണം കൊണ്ടുവന്നാലും നമ്മൾ അത് കൊടുക്കാറില്ല. വേറൊന്നും കൊണ്ടല്ല, ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം നമുക്കാണേ. ഒരു ചെറിയ പനി വന്നാ പോലും ചോദ്യം വരും. സോറി, അതുകൊണ്ടാ. അയ്യോ മനുഷ്യ, എന്നാ മനുഷ്യോട് അത് ഒന്നുമില്ല. എന്നടാ ഇപ്പൊ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അല്ല, അത് പിന്നെ ബിസ്ക്കറ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചതാ. ഇത് പക്ഷെ ബിസ്ക്കറ്റ് ഒന്നും അല്ല കുട്ടിമണി, അത് ഭയങ്കര കയ്പുള്ള മരുന്നാ. മനസ്സിനെ ഒരു കുഞ്ഞു പനി. അങ്ങനെ പേടിക്കാനുള്ള പനിയൊന്നുമില്ല. ഈ മരുന്ന് കഴിക്കുമ്പോ മാറിക്കോളൂ. അതെ, അതുകൊണ്ടേ വൈദ്യശാലയിൽ വരുന്ന വഴി മേടിച്ചോണ്ടൊന്ന് മരുന്നാ അത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ വാ, വന്ന് കിടക്ക്. വാ വാ വാ. ഇങ്ങനെ മനസ്സിനെ വിഷമിപ്പിക്കല്ലേ. കുട്ടിമണി കരഞ്ഞ കുഞ്ഞുമണിക്ക് വിഷമാവത്തില്ലേ? വല്യച്ഛക്ക് വിഷമാവത്തില്ലേ? ദേ, മനസ്സിന് വിഷമിച്ച് പനി കൂടില്ലേ? ചെല്ലു കുട്ടിമണി, ഇങ്ങോട്ട് നടക്ക്. ഇങ്ങോട്ട് വാ. എന്നാ നിങ്ങൾ ചെല്ലും. ശരി മാഡം. ഇതേ കുട്ടിമണിക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നതാ. ഇനിയിപ്പോ ഇത് തിരിച്ചു കൊണ്ടുപോകാനും കളയാനും ഒന്നും തോന്നുന്നില്ല. മാഡം, എപ്പോഴെങ്കിലും ഒരു പീസ് ബിസ്ക്കറ്റ് ഇതിന് നമുക്ക് കൊടുക്കണം. ഞങ്ങളുടെ ജീവനാ അവള്. ഗർഭിണിയല്ലേ, ഒരുപാട് ആഗ്രഹങ്ങളും കൊതിയൊക്കെയുള്ള സമയല്ലേ. മാഡം ഒരു സ്ത്രീയല്ലേ. മാഡം പ്ലീസ്. ശരി മനസ്സില മാഡം, ശരി, നമുക്കിറങ്ങാം. താങ്ക്സ് മാഡം. എന്താ സിജ ഇത്? ഏയ്, ഒന്നുമില്ല.
ഒന്നുമില്ല ഏട്ടത്തി. ഒന്നുമില്ലാഞ്ഞിട്ടാണോ നടു റോഡിൽ നിന്നിങ്ങനെ കരയുന്നത്? ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കത്തില്ലേ? ആരെന്ത് ശ്രദ്ധിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്റെ കുട്ടിമണി അങ്ങനെ കണ്ടപ്പോ എനിക്ക് സങ്കടമില്ലെന്നാണോ കരുതിയത്? അവൾക്ക് എന്തറിയാം? പാവം. എന്തായാലും നമ്മുടെ വക്കീൽ നല്ല ആത്മവിശ്വാസത്തിലല്ലേ? കുട്ടിമണിക്ക് ജാമ്യം കിട്ടും മനസ്സിലാ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദൈവമേ, ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. ആ അന്തരീക്ഷത്തിൽ അവിടെ കുറച്ചു ദിവസം കൂടി കഴിയേണ്ടി വന്നാൽ ഉറപ്പായിട്ടും എന്റെ കുട്ടുവിന്റെ മാനസിക നില തെറ്റും. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ പിന്നെ എനിക്ക് അവളെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ സീതയെടുത്തി? ഒന്നും സംഭവിക്കത്തില്ല. ആ വക്കീലിന് കുറച്ച് പൈസ കൊടുക്കേണ്ടതായിരുന്നു അല്ലേ സീതയെടുത്തി? അതോർത്ത് നീ വിഷമിക്കണ്ട. വക്കീല് പോകാൻ നേരം ഞാൻ കുറച്ച് പണം കൊടുത്താ വിട്ടത്. ഏട്ടത്തി, ഈ കഷ്ടപ്പാടിനിടയിൽ അതൊന്നും സാരമില്ല മനസ്സിജ. അമ്മ പോയിട്ട് അയൽക്കൂട്ടത്തിൽ നിന്നും കുടുംബശ്രീന്നും ഒക്കെ കുറച്ച് പണം ലോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് അമ്മ ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന പോലെ അവിടുന്നും ഇവിടുന്നും ഒക്കെ കുറച്ച് പൈസ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ പൈസ എടുത്ത് ഇപ്പൊ ഇങ്ങനൊരു കാര്യത്തിന്? ഇങ്ങനൊരു കാര്യമല്ലേ മനസ്സിജ ഇപ്പൊ എനിക്ക് അത്യാവശ്യം. കുട്ടിമണി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. അവൾക്ക് അവിടെ അങ്ങനെ കഴിയാൻ പറ്റത്തില്ല. ഇക്കാര്യത്തിൽ നിനക്കുള്ള അത്രയും സങ്കടം എനിക്കും ഉണ്ട്. ബസ്സൊന്നും കാണുന്നില്ലല്ലോ സിജ. ആ, ദേ ഒരു ഓട്ടോ വരുന്നുണ്ട്. ഞാൻ വിളിക്കാം. എവിടേക്കാ ചേട്ടാ? മെയിൻ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് പോണം. പോവാം. വാ എടുത്തി. ആകെ നിലതെറ്റി നിൽക്കുക ഞാൻ. മൂക്കോളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുക ഞാൻ. തലയ്ക്ക് മീതെ വെള്ളം വന്നാ അതിന് മീതെ വള്ളം. അതാണ് ഈ മനസ്സിന്റെ ഒരു രീതി. അതുകൊണ്ട് കയ്യാങ്കളിയിലേക്ക് പോയാ നകുലേട്ടാ ഇറച്ചിയിൽ മണ്ണ് പറ്റും. നിങ്ങളാരാ? നിങ്ങളെന്തിനാ വണ്ടി അടഞ്ഞേ? എനിക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ട് പോവാനുള്ളതാ. തൽക്കാലത്തേക്ക് പാസഞ്ചർ ഇല്ലാതെ പോയാൽ മതി. മാറങ്ങോട്ട് ഇറങ്ങി, രണ്ടും ഇങ്ങോട്ട് ഇറങ്ങാൻ. സാറേ, ഇയാൾ വയ്ക്കോ? എവിടെ പോയതാടി നീ? അത് നകുലേട്ടൻ എന്തിനാ അറിയുന്നത്? നാടറോഡിൽ നിന്ന് തർക്കുത്തരം പറഞ്ഞ ഗർഭിണിയാണെന്ന് നോക്കത്തില്ല ഞാൻ. ആടിച്ച് പല്ലു തുപ്പിക്കും. സീതയെടുത്ത് എന്റെ കൂടെ വന്നതാ. എന്റെ ഭാര്യയെ കാണാൻ, കുട്ടിമണിയെ. ഓ, പ്രാന്താശുപത്രിയിലോ? നിന്റെ പെണ്ണും പിള്ള ഇപ്പൊ അവിടെയല്ലേ താമസം? അതെ, അവൾ അവിടെ തന്നെ താമസം. അവളെക്കാൾ പ്രാന്തുള്ള കുറച്ചു പേര് പുറത്തും താമസിക്കുന്നുണ്ട്. എന്താടാ നീ തമാശ പറഞ്ഞു കളിക്കുന്നു? നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ ഇവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. മാനസിജനും കുട്ടിമണി അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ. നീ എന്തിനാ അവരുടെ പുറകെ നടക്കുന്നത്? നകുലേട്ടന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. ഞാൻ ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുപടി. നീ അവനും കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള കാര്യമല്ല. സഹോദര നകുലേട്ട, എന്റെ ഏട്ടത്തിയമ്മയാണ് ഇവര്. ഏട്ടത്തിയമ്മ. ഏട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനം കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞാനും ഇവരും കൂടി ഒരുമിച്ച് സഞ്ചരിച്ചെന്നോർത്ത് നിങ്ങൾ വലിയ ബഹളമൊന്നും കൂട്ടണ്ട. ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഇത്തരം വൃത്തികെട്ട ചിന്തകൾ മാറ്റാൻ നോക്ക്. അതിനുശേഷം മതി നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരെ മാറ്റുന്നത്. ആകെ നിലതെറ്റി നിൽക്കുക ഞാൻ. മൂക്കോളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുക ഞാൻ. തലയ്ക്ക് മീതെ വെള്ളം വന്നാ അതിന് മീതെ വള്ളം. അതാണ് ഈ മനസ്സിന്റെ ഒരു രീതി. അതുകൊണ്ട് കയ്യാങ്കളിയിലേക്ക് പോയാ നകുലേട്ടാ ഇറച്ചിയിൽ മണ്ണ് പറ്റും. ദൈവത്തെ ഓർത്ത് മനുഷ്യന്റെ പുറകെ നടന്നിങ്ങനെ ഉപദ്രവിക്കാൻ നകുലേട്ടാ. നകുലേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പറയാമേ.
വീട്ടിലോട്ട് ചെല്ലട്ടെ. നിന്നെ കൂട്ടിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാ. എന്നിട്ട് നിന്റെ അമ്മയെ കൂടി നിർത്തിക്കൊണ്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. നിന്നെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന എന്തിനാണെന്ന്. സീതയെടുത്തി എന്തിനാ ഇത് കേട്ട് പേടിക്കുന്നേ? സീതയെടുത്ത് ഇയാളുടെ കൂടെ ചെല്ല്. എന്തായാലും ഇയാൾ കൊണ്ടുപോയി വിഴുങ്ങത്തൊന്നുമില്ലല്ലോ. രക്ഷകർത്താവിനെ കൂട്ട് ചുള്ളിക്കൊമ്പ് ഓടിച്ച് പുറകെ വന്നതല്ലേ. എന്നിട്ട് കേക്ക് ഇയാൾക്ക് എന്താ പറയാനുള്ളത്? അതെ നകുലേട്ടാ, നിങ്ങളെ ഞാൻ ഏട്ടാ ചേർത്ത് വിളിക്കുന്നത് നിങ്ങളോടുള്ള അതിഭയങ്കരമായ ബഹുമാനം കൊണ്ടൊന്നുമല്ല, പ്രായക്കൂടുതൽ കൊണ്ടുള്ള ചെറിയൊരു ബഹുമാനം. പക്ഷേങ്കിൽ എന്റെ പേരിൽ, എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പേരിൽ സീതയെടുത്തിലെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് നിങ്ങൾ കാരണം പൊഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ സത്യമായിട്ട് നകുലേട്ടാ നിങ്ങളുടെ ടിപ്പറിന് ഞാൻ വട്ടം വയ്ക്കും. ടിപ്പർ ഉൾപ്പെടെ നിങ്ങളെ ഞാനെടുത്ത് തോട്ടിക്കളയും ചെയ്യും. അതങ്ങനെ തന്നെയാ നകുലേട്ടാ. മനസ്സിലുള്ളത് മനസ്സിലുള്ളതുപോലെ പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യും ഈ മനസ്സിൽ. അതറിയാവുന്നവർക്ക് അറിയാം. നിങ്ങൾക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോകണം എന്നല്ലേ ഉള്ളൂ. കൊണ്ടുപോയി വിട്. വന്ന് ബൈക്ക് കയറ. ഞാൻ നിങ്ങളോട് ബൈക്കിൽ സഞ്ചരിക്കണോ? അതോ ഈ അവസ്ഥയില്? അത് ഞാൻ ഓർത്തില്ല. നിന്നെ ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുപോവാം. സീതയെടുത്തി ധൈര്യമായിട്ട് പോ. സീതയെടുത്തി എനിക്ക് കാണുമെന്ന് തോന്നുമ്പോൾ ഞാൻ അവിടെ വന്ന് കണ്ടോളാം. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ സീതയെടുത്തിക്കും വരാം. അതിനിടയിൽ എതിർപ്പിന്റെ വൻമതിൽ കെട്ടാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അങ്ങനെ വന്നാൽ അത് പൊളിച്ചു കളയാനും ഈ മനസ്സ് ഞാൻ അറിയാം.